ഏതോ ഒരു ശക്തി അവൻ്റെ പ്രാർത്ഥന കേട്ടിട്ടോ എന്തോ ശ്രുതിയുടെ ബോധമണ്ഡലത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു തുടങ്ങി. ഹോസ്പിറ്റലിലെ പൾസ് മെഷീനിൽ ഏറ്റക്കുറച്ചിലുകൾ വർദ്ധിച്ചു തുടങ്ങി. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള നൂൽപാലത്തിൽ ജീവിതത്തിലേക്ക് ശ്രുതി പതിയെ തിരികെ വരാൻ തുടങ്ങി. ആ നിമിഷം നെഞ്ചുപൊട്ടി ഒരുവൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പുറത്ത് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന അജിതയുടെ മുൻപിലേക്ക് ഡോക്ടർ എത്തി. അവർ പറഞ്ഞത് വലിയ ആശ്വാസത്തോടെ വാക്കുകളായിരുന്നു. പേഷ്യൻസ് പതുക്കെ മരുന്നുകളോട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഹോപ്പുണ്ട്, പക്ഷേ സമയമെടുക്കും. സഞ്ജയ് എവിടെ? ഇപ്പോൾ വരൂ എന്ന് പറഞ്ഞു പോയി. മോളുടെ കണ്ണു തുറന്നു ഡോക്ടറെ? പ്രതീക്ഷയോടെ അജിത ചോദിച്ചു. അത്ര വലിയ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. നന്നായിട്ട് തന്നെ മരുന്നായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. ശരീരം മരുന്നുകളുമായിട്ട് പ്രതികരിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ ഉടനെ ഒരു ചേഞ്ച് ഉണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. ഏതായാലും പ്രതീക്ഷ കൈവിടേണ്ട, പ്രാർത്ഥിച്ചോളൂ. പകുതി ദൈവം രക്ഷിച്ചു എന്ന് കരുതിയാൽ മതി. ബാക്കി പകുതിക്ക് വേണ്ടി കൂടി നന്നായിരുന്നു പ്രാർത്ഥിക്കുക. അത്രയും പറഞ്ഞ് ഡോക്ടർ പോയപ്പോൾ എങ്ങനെയെങ്കിലും ഈ വിവരം സഞ്ജയെ അറിയിക്കണമെന്നാണ് അജിതയ്ക്ക് തോന്നിയത്. കാരണം ഈ ഒരു വാർത്ത ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിച്ചതും കേൾക്കാൻ അർഹതയുള്ളതും അവനാണ്. തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുത്തി ശ്രുതിയെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചവനാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത ഏറ്റവും കൂടുതൽ അറിയേണ്ടത് അവനാണെന്ന് അവർക്ക് തോന്നി. ഉടനെ തന്നെ അവർ ഫോണെടുത്ത് സഞ്ജയുടെ നമ്പർ നോക്കി. അതിൽ സഞ്ജയുടെ നമ്പർ ഉണ്ടായിരുന്നില്ല. ശ്രുതിയുടെ ഫോണിൻ്റെ ലോക്ക് മാറ്റാനും അവർക്കറിയില്ല. എങ്ങനെയാണ് സഞ്ജയ് വിവരം അറിയിക്കുന്നത് എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് അനുഗ്രഹയുടെ കാര്യം അവർ ഓർമ്മിച്ചത്. ഉടനെ തന്നെ അനുഗ്രഹയുടെ ഫോണിലേക്ക് വിളിച്ചു. സഞ്ജയ് വിളിച്ച് വേഗം ആശുപത്രിയിലേക്കൊന്ന് വരാൻ പറയുമോ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ പറയാമെന്ന് അനുഗ്രഹ പറഞ്ഞു. ശ്രീകോവിലിൻ്റെ മുൻപിൽ നിന്ന് സ്വയം മറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോൺ അടിക്കുന്നത്. സഞ്ജയ് കേട്ടു. കുറച്ചധികം സമയം കഴിഞ്ഞാണ് അവൻ ജീവിതത്തിലേക്ക് തന്നെ തിരികെ വന്നത്. പെട്ടെന്ന് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അനുഗ്രഹയാണ്. അവൻ ഫോൺ എടുത്തതും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് ചെല്ലാൻ ശ്രുതിയുടെ അമ്മ പറഞ്ഞു എന്നാണ് അനുഗ്രഹ പറഞ്ഞത്. ഒരു നിമിഷം അവൻ്റെ നെഞ്ചിലൊരു കൊള്ളിയാർ വെട്ടി. എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ? അശുഭകരമായി എന്തെങ്കിലും വാർത്ത കേൾക്കേണ്ടി വരുമോ എന്ന ഭയത്തോടെ അവൻ ഫോൺ കട്ട് ചെയ്തു. ശ്രീകോവിലിൻ്റെ അകത്തേക്ക് ഒരിക്കൽ കൂടി പ്രതീക്ഷയോടെ നോക്കി. തൻ്റെ പ്രാർത്ഥനകൾ കേട്ടില്ലേ എന്നും ഇവിടെയും ഈശ്വരൻ തന്നെ കൈവിട്ടോ എന്നുമുള്ള ചോദ്യവുമായി ആ നോട്ടത്തിന് പിന്നിൽ. എങ്കിലും രണ്ടും കൽപ്പിച്ചവൻ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. പുറത്തപ്പോഴും ഓട്ടോക്കാരൻ കാത്തു നിൽക്കുകയായിരുന്നു. അത്രയും സമയം അക്ഷമനായി കാത്തുനിന്നതിൻ്റെ ദേഷ്യം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. എന്താ സാറേ ഇത്? ഇത്രയും താമസിക്കുമെങ്കിൽ എന്നെ പറഞ്ഞു വിടായിരുന്നില്ലേ? ഇതിപ്പോൾ വെയിറ്റിംഗ് ചാർജ് കൂടി തരേണ്ടി വരും. എന്ത് വേണമെങ്കിലും തരാം ചേട്ടാ. അകത്ത് ചെന്ന് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നതിന് ചേട്ടൻ പുറത്തു നിൽക്കുന്നു എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. വെയിറ്റിംഗ് ചാർജ് കൂടി ലഭിക്കുമെന്ന് അറിഞ്ഞതോടെ അയാളുടെ മുഖഭാവമൊക്കെ മാറി. ഹോസ്പിറ്റൽ ഗേറ്റിന് മുൻപിൽ സഞ്ജയ് കൊണ്ടുവിടുമ്പോൾ കണക്ക് ചോദിക്കാതെ പേഴ്സിൽ നിന്നും അവൻ പണമെടുത്ത് അയാളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയായിരുന്നു. ബാക്കി അയാൾ നീട്ടിയതും വേണ്ട എന്നും തൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട്, അത് സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്നും പറഞ്ഞാണ് അവൻ ആശുപത്രിയിലേക്ക് നടന്നത്. ആദ്യമായാണ് താൻ ഇങ്ങനെയൊക്കെ ഒരാളോട് സംസാരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൽ താനല്ലാതെ ആയി മാറുന്ന നിമിഷങ്ങളെക്കുറിച്ച് സഞ്ജയ് മനസ്സിലാക്കുകയായിരുന്നു. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് പരിഭ്രാന്തിയോടെ കയറി ചെന്നത് അജിതയുടെ കണ്ണുനീരില്ലാത്ത മുഖം കണ്ടു തന്നെ പകുതി ആശ്വാസം തോന്നി. എങ്കിലും ഭയത്തോടെ അവർക്കരികിലേക്ക് ഓടിയെത്തി. എന്തു പറ്റി അമ്മേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഉവ്വ് മോനെ, നമ്മുടെ പ്രാർത്ഥന ഈശ്വരന്മാർ കേട്ടു എന്ന് തോന്നുന്നത്. ഡോക്ടർ പറഞ്ഞു അവളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്ന്. മരുന്നുകളോട് അവളുടെ ശരീരം പ്രതികരിക്കുന്നുണ്ടെന്ന്. ഇനിയും കുറച്ച് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞത്. അങ്ങേയറ്റം സന്തോഷത്തോടെ ആ അമ്മ അത് പറയുമ്പോൾ അവരെക്കാൾ ഏറെ ആ നിമിഷം സന്തോഷിച്ചത് താനാണെന്ന് തോന്നി സഞ്ജയ്ക്ക്. ജീവിതത്തിൽ ആദ്യമായാണ് ഈശ്വരന്മാർ തന്നോട് കരുണ കാണിക്കുന്നത്. ഈ ലോകത്തുള്ള സർവ്വ ദൈവങ്ങളോടും ആ നിമിഷം അവൻ നന്ദി പറഞ്ഞു. സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ്റെ മുഖഭാവത്തിൽ നിന്നും അവൻ അനുഭവിക്കുന്ന സന്തോഷം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. ശ്രുതിയുടെ അമ്മ ഇവിടെ വിശ്രമിച്ചോളൂ. മോനിനി എന്നെ ശ്രുതിയുടെ അമ്മ എന്ന് വിളിക്കണ്ട, അമ്മ എന്ന് വിളിച്ചാൽ മതി. അവരുടെ ആ വാക്കുകൾ അവന് വീണ്ടും വളരെയധികം സന്തോഷമാണ് നൽകിയത്. അവരോട് അത്രയും പറഞ്ഞതിനു ശേഷം അവൻ നേരെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് ചെന്നു. സഞ്ജയ് വന്നു. ഞാൻ പേഷ്യൻറ്റിൻ്റെ സിറ്റുവേഷനെ കുറിച്ച് ആ കുട്ടിയുടെ അമ്മയോട് പറഞ്ഞിരുന്നു. അറിഞ്ഞു കാണുമല്ലോ, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ടല്ലോ. അങ്ങനെ ഒറ്റയ്ക്ക് ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നത്? എന്താണെങ്കിലും മുൻപത്തേതിൽ ഒരുപാട് പ്രതീക്ഷിക്കാനുള്ള വകയുണ്ട്.
ശ്രുതിയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ? സോറി സഞ്ജയ്, തൽക്കാലം വിസിറ്റേഴ്സിനൊന്നും അലൗഡ് ആകുന്നില്ല. അതിനുള്ള ഒരു സിറ്റുവേഷനിലല്ല പേഷ്യൻ്റ്, അതുകൊണ്ടാണ്. മനസ്സിലാക്കണം. എനിക്ക് മനസ്സിലായി, അതൊന്നും പ്രശ്നമില്ല. അയാൾ ജീവനയോടെ ഉണ്ടല്ലോ, അതിനപ്പുറം മറ്റൊരു സന്തോഷവും ഈ നിമിഷം എനിക്ക് ലഭിക്കാനില്ല. എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിച്ചതാണ് കാണാൻ പറ്റുമോ എന്ന്. കാണാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല, ഒരു കുഴപ്പങ്ങളുമില്ലാതെ ഉണ്ടല്ലോ എന്ന് സമാധാനിക്കാം. വലിയ സന്തോഷത്തോടെ അവൻ പറഞ്ഞപ്പോൾ ഡോക്ടറുടെ മുഖത്തൊരു അമ്പരപ്പ് പ്രകടമായിരുന്നു. ആസ് എ ഡോക്ടർ, ഞാൻ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തതാണ്. തൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് എങ്കിലും ഞാൻ ചോദിക്കുകയാണ്. ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകരുടെ കാര്യത്തിൽ സഞ്ജയ് ഇത്രയും വെറീഡ് ആവേണ്ട കാര്യം എന്താണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. തന്നെ കുറച്ച് കാലങ്ങളായി അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആരുടെ കാര്യത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടുള്ള സഞ്ജയെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ മുതൽ താനാകെ ഡിസ്റ്റർബ് ആയിരുന്നു. എന്താ കാരണം എന്ന് 2-3 തവണ ഞാൻ ചോദിക്കണമെന്ന് കരുതിയിരുന്നു. പിന്നെ സ്വകാര്യതയിലേക്ക് കയറിയുള്ള എൻ്റെ ചോദ്യം ചെയ്യൽ ശരിയാവില്ല എന്ന് തോന്നിയത് കൊണ്ട് ചോദിക്കാതിരുന്നത്. പക്ഷേ ഇപ്പോൾ തൻ്റെ മുഖത്തെ ആങ്സൈറ്റും ടെൻഷനുമൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ ഒരു പൊരുത്തമില്ലായ്മ ഫീൽ ചെയ്യുന്നു. എന്താ കാര്യം? ആ പെൺകുട്ടി തൻ്റെ ഓഫീസിലെ ഒരു ജോലിക്കാരി മാത്രമാണ് എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഡോക്ടർ പറഞ്ഞ നിമിഷം അറിയാതെയാണെങ്കിലും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തനിക്ക് എങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നു എന്നതുപോലും അവൻ ഓർമ്മിച്ചു. എങ്കിലും ഡോക്ടറുടെ വാക്കുകൾ തന്നിൽ ഉണ്ടാക്കിയത് എത്രത്തോളം സന്തോഷമാണെന്ന് സഞ്ജയ്ക്ക് മനസ്സിലായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ശരിയാണ് ശ്രുതി. അവൾ എനിക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്ന വെറുമൊരു സ്റ്റാഫ് മാത്രമല്ല, അതിനപ്പുറം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരാളാണ്. എൻ്റെ സർവമാണെന്ന് പറയുന്നതാണ് സത്യം. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ അകത്ത് മരണവുമായിട്ട് മല്ലിട്ട് കിടക്കുന്ന എൻ്റെ പ്രാണനാണ്. അത് നഷ്ടമായ എൻ്റെ ജീവൻ നഷ്ടമാകുന്നത് തുല്യമാണ്. അതുകൊണ്ട് പരമാവധി ശ്രമിക്കണം. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ കരഞ്ഞു പോയിരുന്നു. അതിൽ നിന്ന് തന്നെ അവൻ എത്ര പ്രിയപ്പെട്ടവളാണ് അകത്ത് കിടക്കുന്നത് എന്ന് ആ ഡോക്ടർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഞാൻ തൻ്റെ മാനസികാവസ്ഥ അറിയാതെ എന്തൊക്കെയോ ചോദിച്ചു. ആ കുട്ടിയുടെ കാര്യത്തിൽ താൻ ഇത്രയും ബോധേഡാകുന്നത് കണ്ടുകൊണ്ട് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ ചോദിച്ചതാണ്. തന്നെ അറിയാവുന്നത് കൊണ്ട്, താനിങ്ങനെ പെൺകുട്ടികളുടെ കാര്യത്തിൽ അധികം ഇടപെടാത്തത് കൊണ്ട് മാത്രം. ഡോക്ടർ തൻ്റെ ഭാഗം വ്യക്തമാക്കി. വളരെ അവിചാരിതമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു പെൺകുട്ടിയാണ് ശ്രുതി. ഞാനൊരു കാര്യം സഞ്ജയോട് ചോദിച്ചോട്ടെ? ചോദിക്കൂ ഡോക്ടർ. ഇതൊരു വൺ സൈഡ് ലവ് ആയിരുന്നു? അതായത് സഞ്ജയ്ക്ക് മാത്രമുള്ളൊരു ഇഷ്ടം? അല്ല. എന്താ ഡോക്ടർ അങ്ങനെ ചോദിക്കാൻ കാരണം? നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നുവെങ്കിൽ എന്തിനാണ് ആ കുട്ടി ഇത്തരമൊരു കാര്യം ചെയ്തതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ചോദിച്ചതാ. ഞങ്ങൾ തമ്മിലുള്ള പ്രായവ്യത്യാസം ഡോക്ടർക്ക് ഊഹിക്കാമല്ലോ. ശ്രുതി ചെറിയ കുട്ടിയാണ്. അയാളുടെ വീട്ടിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നും എനിക്ക് പ്രഷർ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് മാറിക്കൊടുക്കേണ്ടത് ഞാനല്ലേ. അതുകൊണ്ട് കുറച്ച് ഹാർഡായിട്ട് എനിക്ക് ശ്രുതിയോട് ഇടപെടേണ്ടി വന്നു. അതെന്തോ അയാൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാകും. അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കാനും മാത്രമുള്ള ഒരു തീരുമാനം ശ്രുതി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് സാഹിത്യവൽക്കരിച്ച് പറയുകയാണെങ്കിൽ ഇത് സഞ്ജയോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് ചെയ്തതാണെന്ന് എനിക്ക് പറയാം. പക്ഷേ ഇതും ഒരു രോഗമാണ് സഞ്ജയ്. എന്ന് വെച്ചാൽ അതായത് സൂയിസൈഡ് ടെൻഡൻസി ചില ആളുകളിൽ ഉണ്ടാകും. എന്ത് പ്രശ്നം വന്നാലും അവർ അതിൻ്റെ റീസണായിട്ട് കാണുന്നത് ജീവിതം അവസാനിപ്പിക്കാം എന്നുള്ളൊരു കാര്യം മാത്രമായിരിക്കും. അത്തരമൊരു സ്റ്റേജിലൂടെയോ മറ്റോ ആണ് ശ്രുതി കടന്നു പോകുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലുമല്ല ഡോക്ടർ. അങ്ങനെയാണെങ്കിൽ അതിനു മുൻപേ ഒരുപാട് സാഹചര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ശ്രുതിയുടെ വീട്ടിലൊന്ന് ചെന്ന് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവാം ആത്മഹത്യ ചെയ്യണമെന്നായിരുന്നു എങ്കിൽ അതിന് 100 റീസൺ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അന്നൊന്നും തോന്നാത്ത ഒരു ടെൻഡൻസി ഇപ്പോൾ അയാൾക്ക് തോന്നാനുള്ള സാധ്യതയും കുറവാണ്. സൂയിസൈഡ് ചെയ്യാൻ അയാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ബിഹേവിയർ കൊണ്ട് പറ്റിയ ഒരു അബദ്ധമാണ്. ബിക്കോസ് ശ്രുതി തന്നെ അത്രത്തോളം സ്നേഹിക്കുന്നു എന്നാണ് അർത്ഥം. അവൻ്റെ ചുണ്ടിൽ ഒരു നിമിഷം അറിയാതെയെങ്കിലും ഒരു പുഞ്ചിരി വിടർന്നിരുന്നു. മറ്റൊരാൾ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് അറിയാവുന്നത് തന്നെ വലിയ കാര്യമല്ലേ ഡോക്ടർ, അതും എന്നെ പോലെയുള്ള ഒരാൾക്ക്. പക്ഷേ ഇതിത്തിരി കൂടിപ്പോയി. എന്താണെങ്കിലും ഒരു 3 ദിവസം എടുക്കും ശ്രുതി കംപ്ലീറ്റ് ആയിട്ട് റിക്കവറായി വരാൻ. അതായത് ICUവിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു 3 ദിവസം എടുക്കും. അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നല്ല വാർത്തകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം സഞ്ജയ്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലായി. ഏതായാലും വിഷമിക്കേണ്ട. തൻ്റെ ശ്രുതി തിരിച്ചു തൻ്റെ ജീവിതത്തിലേക്ക് തന്നെ വരും. നിങ്ങൾ സന്തോഷത്തോടെ ജീവിതാവസാനം വരെ ജീവിക്കും. ആ നാവ് പൊന്നാവട്ടെ ഡോക്ടർ.
അത്രയും പറഞ്ഞവൻ ഡോക്ടറുടെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ആ നിമിഷം തന്നെ അവിടെ അജിതയും ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അജിതയോട് അവൻ പറഞ്ഞിരുന്നു. 3 ദിവസത്തിനു ശേഷം മാത്രമേ മുറിയിലേക്ക് മാറ്റുകയുള്ളൂ എന്ന് കേട്ടപ്പോൾ വേദന തോന്നിയെങ്കിലും അപകടഘട്ടം അവൾ തരണം ചെയ്തല്ലോ എന്ന ആശ്വാസം അവരിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു റൂം എടുക്കാം, അമ്മയ്ക്ക് വേഷം മാറി കുളിക്കുകയൊക്കെ ചെയ്യാലോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് വന്നോളൂ. ഞാനിവിടെ ഉണ്ടല്ലോ. വീട്ടിൽ ശ്രുതിയുടെ അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അദ്ദേഹം കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാകില്ലല്ലോ. ഒക്കെ അറിഞ്ഞാൽ അദ്ദേഹത്തിന് സങ്കടമാകില്ലേ? മോനെ, ഞാനിപ്പോൾ വിളിച്ചിരുന്നു. ശ്രുതിക്ക് പനി കൂടുതലാണെന്നും ആശുപത്രിയിൽ അഡ്മിറ്റാണെന്നും അച്ഛനോട് പറയാൻ അവനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോയാൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയേണ്ടി വരും. ഒന്നും അറിയാതെ കിടക്കുന്ന മനുഷ്യനെ അങ്ങനെ കൂടി ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ എല്ലാവരുടെയും സങ്കടത്തിന് കാരണം ഞാനല്ലേ എന്ന കുറ്റബോധത്തോടെ അവർ പറഞ്ഞു. അമ്മ അങ്ങനെ കരുതാതെ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇങ്ങനെയൊന്നുമല്ലെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു. അതിനങ്ങ് മാറിപ്പോയതെന്ന് കരുതിയാൽ മതി. ഞാൻ അവിടെ ചെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രുതിയുടെ അച്ഛനോ അനുജനും വേണ്ടി ചെയ്തു കൊടുക്കേണ്ടതുണ്ടോ? അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. വേണ്ട മോനെ, അവിടെ മോനുണ്ടല്ലോ. പിന്നെ അയൽവക്കത്തുള്ളവരൊക്കെ നല്ല സഹായമാണ്. മോനിനി ഒരുപാട് ബുദ്ധിമുട്ടേണ്ട. ശ്രുതിയുടെ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായി. മോന് വേണമെങ്കിൽ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാം. ഞാനിവിടെ ഉണ്ടല്ലോ. രാവിലെ മുതലേ തുടങ്ങിയ അലച്ചിലല്ലേ. മുഖമൊക്കെ കരുവാളിച്ച് വല്ലാതെയായി. അജിത പറഞ്ഞപ്പോൾ ഒന്ന് വീട്ടിൽ പോയി വരണമെന്ന് അവന് തോന്നിയിരുന്നു. എങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് വരാം. അമ്മയ്ക്ക് ഭക്ഷണം വല്ലതും വാങ്ങി തരട്ടെ? എനിക്കിപ്പോൾ ഒന്നും വേണ്ട മോനെ. വിശക്കുകയാണെങ്കിൽ വാങ്ങിച്ചു കഴിച്ചോളാം. അവരത് പറഞ്ഞപ്പോൾ തന്നെ പേഴ്സിൽ നിന്നും കുറച്ച് ക്യാഷ് എടുത്ത് അവൻ അവരുടെ കൈകളിലേക്ക് വെച്ചു. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കാണും, നിരസിക്കരുത്. അത് തനിക്ക് സങ്കടമാകും. അവൻ പറഞ്ഞപ്പോൾ പിന്നീട് വാങ്ങാതിരിക്കാൻ അവർക്കും തോന്നിയില്ല. അവരോട് യാത്ര പറഞ്ഞൊരു ടാക്സിയും വിളിച്ച് അവൻ നേരെ പോയത് ശ്രുതിയുടെ ആദ്യം കൊണ്ടുപോയ ഹോസ്പിറ്റലിലേക്കായിരുന്നു. അവിടെ നിന്ന് കാറുമെടുത്ത് തിരികെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ മനസ്സിലൊരു 100 ചോദ്യങ്ങൾ നിലനിന്നിരുന്നു. അതിനൊക്കെ മറുപടി പറയാൻ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. താൻ ഇത്രയും കാലം തൻ്റെ പെറ്റമ്മയേക്കാളും വലുതായി സ്നേഹിച്ച മല്ലിക അമ്മയ്ക്ക്. എന്തിനായിരുന്നു അവർ തൻ്റെ ജീവിതത്തിൽ തന്നോട് മറച്ചിങ്ങനെ ഒരു കാര്യം ചെയ്തത്? ശ്രുതി തൻ്റെ ഭാര്യയായി വരരുത് എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അതിന് കാരണം എന്താണ്? ശ്രുതിക്ക് അവർ ആഗ്രഹിച്ച അത്രയും പണം ഇല്ലാത്തതാണോ? അതോ തൻ്റെ ഓഫീസിലൊരു ജീവനക്കാരിയെ താൻ വിവാഹം കഴിക്കുന്നതിൻ്റെ നാണക്കേടാണ്? അതുമല്ലെങ്കിൽ താൻ ഒരിക്കലും വിവാഹം കഴിക്കരുതെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ചോദ്യങ്ങൾ ഓരോന്നായി അവൻ്റെ മനസ്സിൽ നിറയാൻ തുടങ്ങി. വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ ഉമ്മറത്ത് അവനെയും കാത്ത് മല്ലിക ഇരിപ്പുണ്ട്. അവനെ കണ്ടതും ആദിയോടെ അവർ ഇറങ്ങി വന്നു. എവിടെയായിരുന്നു സഞ്ജയ്? നീ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. വീട്ടിലുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നിനക്കൊന്ന് പറഞ്ഞു പൊക്കൂടെ? അല്ലെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞില്ലേ? എവിടെ പോയതാണെന്ന് ഞാൻ അറിയണ്ടേ? നീ എപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയതാണ്? ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു? നിനക്കെടുത്ത കാര്യം എന്താണെന്നെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഇതെന്താ മുഖമൊക്കെ വല്ലാതെ കരുവാളിച്ചിരിക്കുന്നത്? നിനക്കെന്ത് പറ്റി? സാരത്തുമ്പ് കൊണ്ട് അവൻ്റെ മുഖം തുടക്കാനായി മല്ലിക ഒരുങ്ങിയപ്പോൾ അവൻ കൈയെടുത്ത് അത് തട്ടി മാറ്റിയിരുന്നു. മനസ്സിലാവാതെ മല്ലിക അവൻ്റെ മുഖത്തേക്ക് നോക്കി. അഭിനയം നന്നായിട്ടുണ്ട്, പക്ഷേ ഞാനെല്ലാം മനസ്സിലാക്കി പോയല്ലോ അമ്മേ. അവരുടെ മുഖഭാവം പെട്ടെന്ന് മാറി. എന്താണ് സഞ്ജയ് പറയുന്നതെന്ന് മനസ്സിലാവാതെ അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നീ എന്തൊക്കെയായി പറയുന്നത്? അഭിനയമോ? എന്തു മനസ്സിലാക്കിയെന്ന്? ഞാനും ശ്രുതിക്കും തമ്മിലുള്ള വിവാഹം നടക്കരുതെന്ന് അമ്മ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ശ്രുതിയുടെ അമ്മയെ ചെന്ന് കണ്ട് ശ്രുതിയുടെ അവസ്ഥയും മരണത്തിലേക്ക് പോകുമെന്ന് അറിയിച്ചത് അമ്മയാണെന്നുള്ളതടക്കം എല്ലാം ഞാൻ അറിഞ്ഞു. അവൻ്റെ തുറന്നു പറച്ചിലിൽ ഒരു വലിയ സ്ഫോടനം തന്നെ മല്ലികയിൽ സംഭവിച്ചിരുന്നു. ആ ഞെട്ടൽ അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു.